ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യ. നെസ്ലെ ഇന്ത്യ ഇന്ന് 3% ഇടിഞ്ഞ് 2471 ക്ലോസിംഗ് നൽകി. 2.37 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 79.45, ഡിവിഡൻഡ് ഈൽഡ് 1%. 52 വീക്ക് ഹൈ 2769, 52 വീക്ക് ലോ 2020. സാധാരണഗതിയിൽ FMCG സ്റ്റോക്കുകൾ ഇത്ര വലിയ കറക്ഷൻ ഇൻട്രാഡേയിൽ ഫേസ് ചെയ്യാറില്ല. ഇന്ന് നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്ക് 3% ഇടിഞ്ഞതിൻ്റെ പിന്നിലെ പ്രധാന കാരണം സൗത്ത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നെസ്ലെ ഇന്ത്യ വിൽക്കുന്ന ബേബി പ്രൊഡക്റ്റിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് രേഖപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു സ്വിസ് NGO നടത്തിയ ടെസ്റ്റിലാണ് സൗത്ത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കമ്പനി വിൽക്കുന്ന 180-ലധികം ബേബി പ്രൊഡക്റ്റുകളിൽ ഇൻ്റർനാഷണൽ ഫുഡ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് നിഷ്കർഷിച്ചതിനേക്കാൾ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്ത ഗാർഡിയൻ എന്ന പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു വരികയും അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു വരികയും ചെയ്തു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് എന്നവണ്ണം ഇന്ന് നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്ക് 3% ഇടിഞ്ഞു. അതേസമയം യൂറോപ്പ്, UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലും യൂറോപ്യൻ കോണ്ടിനെൻറ്റിലും നെസ്ലെ ഇന്ത്യ വിൽക്കുന്ന ഫുഡ് പ്രൊഡക്റ്റുകളിൽ ഷുഗർ കണ്ടൻറ്റ് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നെസ്ലെ ഇന്ത്യ വിൽക്കുന്ന സെർലാക്കിൻ്റെ ഓരോ സെർവിങ്ങിലും 2.7 ഗ്രാം ഷുഗറാണുള്ളത്. തായ്ലൻഡിൽ 6 ഗ്രാം ഷുഗറും ഫിലിപ്പൈൻസിൽ ഓരോ സെർവിങ്സിലും 7.3 ഗ്രാം ഷുഗർ കണ്ടൻറ്റുമാണുള്ളത്. ഈ ന്യൂസ് നെസ്ലെ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത്. ഈ ന്യൂസ് വന്നതിന് ശേഷം നെസ്ലെ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഒരു റിപ്ലൈ കൂടി കാണാൻ സാധിച്ചു. റിപ്ലൈയിൽ പറയുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ബേബി ഫുഡ് പ്രൊഡക്റ്റിലുള്ള ഷുഗർ കണ്ടൻറ്റ് കമ്പനി 30% കുറച്ചിട്ടുണ്ട്. ന്യൂട്രീഷൻ, ക്വാളിറ്റി, സേഫ്റ്റി, ടേസ്റ്റ് എന്നിവ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. കൂടാതെ WHO നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിൻ, മിനറൽസ്, അയറൺ എന്നിവ കമ്പനി കുട്ടികൾക്കായി ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ WHO-യും നെസ്ലെയുടെ പ്രൊഡക്റ്റുകളിലും പ്രത്യേകിച്ചും ബേബി ഫുഡുകളിലെ ഷുഗർ കണ്ടൻറ്റ് ഉയരുന്നതിനെക്കുറിച്ച് വളരെ വലിയ കൺസേണിലാണ്. ഷുഗർ കണ്ടൻറ്റ് ഉയരുന്നത് ഷുഗർ അഡിഷന് ഇടയാക്കും. അതുകൂടാതെ ടൈപ്പ് 2 ഡിസീസസ്, ഹെഡ് ഡിസീസ്, ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകും. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നെസ്ലെ ഇന്ത്യ എന്ന കമ്പനിക്ക് മുകളിൽ ചിലപ്പോൾ റെഗുലേറ്ററി ആക്ഷൻ വന്നേക്കാം. റെഗുലേറ്ററി ആക്ഷനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നുമില്ല. റെഗുലേറ്ററി ആക്ഷൻ വരികയാണെങ്കിൽ നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാനുള്ള ഒരവസരം ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. 2015 നെസ്ലെ ഇന്ത്യയുടെ ഒരു പ്രധാന പ്രോഡക്റ്റായ മാഗിക്കെതിരായി ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രി റെഗുലേറ്ററി ആക്ഷൻ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിലുള്ള 35,000 ടണ്ണോളം മാഗി കമ്പനിക്ക് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. പെട്ടെന്ന് 85% മാർക്കറ്റ് ഷെയറിൽ നിന്നും മാഗിയുടെ മാർക്കറ്റ് ഷെയർ 0% എത്തുകയും ചെയ്തു. എന്നിട്ടും നെസ്ലെ ഇന്ത്യ എന്ന കമ്പനി നൂഡിൽ സെഗ്മെൻറ്റിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ഈ സെഗ്മെൻറ്റിലെ ലീഡിംഗ് കമ്പനിയായി മാറുകയും ചെയ്തു. അത്രയധികം പൊട്ടൻഷ്യലുള്ള FMCG സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഇവിടെ റെഗുലേറ്ററി ആക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ സ്റ്റോക്ക് 2250 അതല്ലെങ്കിൽ 2000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിഞ്ഞേക്കാം. 2250, 2000 തുടങ്ങിയ ലെവലുകൾ നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റിയ റേഞ്ച് കൂടിയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജ് ഓട്ടോ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ബജാജ് ഓട്ടോ 1.6% ഉയർന്ന് 9063 ക്ലോസിംഗ് നൽകി. 2.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.64, ഡിവിഡൻഡ് ഈൽഡ് 1.54%, 52 വീക്ക് ഹൈ 9357, 52 വീക്ക് ലോ 4175. ബജാജ് ഓട്ടോയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. കമ്പനിയുടെ Q4 നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 18% വർദ്ധിച്ച് 1704 കോടിയിൽ നിന്നും 2011 കോടിയായി മാറി. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ടോട്ടൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 29.4% വർദ്ധിച്ച് 11,554 കോടിയായി മാറി. ഏണിങ്സ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ഇൻലൈനായ ഒരു മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത രീതിയിലുള്ള ഒരു ഏണിങ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം 11,114 കോടി രൂപയുടെ ഏണിംഗ് എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത് 11,484 കോടി രൂപയുടെ ഏണിംഗ് കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 27.2% വർദ്ധിച്ച് 7,708 കോടിയും എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കൺസോളിഡേറ്റഡ് നെറ്റ് റവന്യൂ 23% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 44,807 കോടിയായി കമ്പനി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ ഹയസ്റ്റ് എവർ റവന്യൂ, ഹയസ്റ്റ് എവർ എബിറ്റ, ഹയസ്റ്റ് എവർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഹയസ്റ്റ് എവർ ഫ്രീ ക്യാഷ് ഫ്ലോ കൂടാതെ ഹയസ്റ്റ് എവർ 3 വീലർ സെയിൽസ് വോളിയം എന്നിവ കമ്പനി അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഓവറാൾ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ബജാജ് ഓട്ടോയുടെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചത്. കൂടാതെ ബജാജ് ഓട്ടോ അഗ്രസീവായി സ്റ്റോർ എക്സ്പാൻഷനും നടത്തുന്നു. കഴിഞ്ഞ 4 മാസം കൊണ്ട് 400 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 200-ൽ നിന്നും 600-ലേക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചു. കമ്പനിയുടെ എബിറ്റ ഇയർ ഓൺ ഇയറിൽ 24% വളർച്ച കൈവരിക്കുകയും എബിറ്റ മാർജിൻ 19.7% വളർച്ച കൈവരിച്ച് 8,825 കോടിയായി ഉയരുകയും ചെയ്തു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ എബിറ്റ മാർജിൻ 29,267 കോടിയായി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2 വീലർ സെയിൽസിലും 3 വീലർ സെയിൽസിലും കമ്പനി ഉയർന്ന രീതിയിലുള്ള 2 വീലർ സെയിൽസും 3 വീലർ സെയിൽസും രേഖപ്പെടുത്തി. 16,386 കോടി രൂപയുടെ ക്യാഷ് റിസർവും ബജാജ് ഓട്ടോ എന്ന കമ്പനിക്കുണ്ട്. 9,260 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 9,500, 10,000 തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങിയേക്കാം. 9,000 സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന റേഞ്ചാണ്. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 8,850. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 8,850. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്